കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ HLA-B27 കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു. ഈ HLA-B27 എന്ന് വെച്ചാൽ നമ്മുടെ വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ WBC. അപ്പോൾ അതിൻ്റെ വെളിയിലത്തെ ഒരു കോട്ടിങ്ങിൻ്റെ പുറത്ത് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചില പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. ഇത് ചിലരിലാണ് പെർട്ടിക്കുലറായിട്ട് കാണുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പല അസുഖങ്ങളുടെയും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോസായിട്ട് നമുക്ക് വേണമെങ്കിൽ HLA-B27 പ്രസൻസിനെ പറയാൻ പറ്റും. ഓക്കെ, അതായത് ആങ്കിലോസിങ് സ്പോണ്ടൈലൈറ്റിസ്, അല്ലെങ്കിൽ ചില ടൈപ്പ് സോറിയാസിസ്, ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ IBD ഇറിറ്റബിൾ ബവൽ ഡിസീസ് പോലുള്ള ഇഷ്യൂസിൽ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സംഭവമാണ് HLA-B27. അതുണ്ടെന്ന് കരുതി നമുക്ക് ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങൾ വരണം എന്നൊന്നുമില്ല കേട്ടോ. എങ്കിൽ പോലും നമുക്ക് അത് വരാനുള്ള ടെൻഡൻസി സാധാരണ ആളിനെ കാട്ടി കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ റെഗുലറായിട്ടുള്ള ചെക്കപ്പ് ചെയ്യണം. അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ സൈൻസ് സിംറ്റംസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ അതിന് പ്രിവെൻറ്റീവായിട്ടുള്ള മെഷേഴ്സ്, കാര്യങ്ങൾ, ഇൻഫ്ലമേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതെ ഇരിക്കാനുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ ഈ ബേക്കറി സാധനങ്ങൾ, ക്യാൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, കളറിങ് ഏജൻറ്റ്, പ്രിസർവേറ്റീവ്സ് ഒക്കെ അധികമുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. അധികം സ്റ്റിമുലൻ്റ് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ HLA-B27 ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഫാക്ടറുകൾ എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും, ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ത്രെഷോൾഡ് ബ്രേക്ക് ആകാതെ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ളത്.